ഞാൻ എടുത്തോളാം. ഞാനാണ് കുഞ്ഞാപ്പ് പിടിച്ചോളാം. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പ് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങള്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അളിയന് പേര് സ്റ്റേഷനില്ല, പാലത്തറയില്. എന്നാലും എന്റെ ചന്ദ്ര, വല്ലപ്പോഴും ഒരു കത്ത്. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്കും അനന്തേട്ടന് ആഗ്രഹം ഉണ്ടാവില്ലേ? കൂടപ്പിറപ്പായിട്ട് എനിക്ക് നീയല്ലേ ഉള്ളൂ. അത് പോട്ടെ, വരണം എന്ന് വിചാരിക്കുന്നോണ്ട് എഴുതാൻ പഠിക്കുന്നത്. പിന്നെ എല്ലാ ഒത്തുവന്നൊന്നും വന്നു പോകാനും പറ്റിയില്ല. രാമേട്ടനെ ഇപ്പഴെങ്കിലും വിടണ്ട എഴുതിയെടുത്തി. കുഞ്ഞുകുട്ടന്റെ കാര്യം അറിഞ്ഞാ? ഞാനിത് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കുഞ്ഞുകുട്ടപ്പ് എന്ത് ചെയ്യുന്നു? കുറച്ചാലായിട്ട് പുറത്തെങ്ങും വിടാറില്ല. തമ്പുരാൻ നോക്കാൻ ആളാക്കിരിക്കാം അവിടെ. അതെന്താ? പാരാട്ടപ്പണിക്കൊരു പ്രശ്നം വെച്ച് പറഞ്ഞതാ. കുറച്ചാടത്തെ കുഞ്ഞുകുട്ടന്റെ കഷ്ടാല പുറത്തിറങ്ങാൻ പാടില്ലെന്ന്. എന്നാ പോട്ടെ. എങ്ങോട്ട്? കുഞ്ഞുകുട്ടനെ കണ്ട് പറയണ്ടേ? പിന്നെ ആരാ? നാട്ടിൽ മുഴുവൻ ന്യൂസ് എത്തിക്കാൻ പോന്ന പോക്കാ. അനന്തേട്ട ആകാശവാണിന്ന് വിളിക്കുക. കുട്ടികൾ ഉച്ചക്ക് കൊണ്ടാൻ പറ്റില്ലേ? അവര് ചോറ് കൊണ്ടുപോവാ. നീ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് വന്ന് ഡ്രസ്സൊക്കെ മാറാൻ നോക്ക്. എന്റെ ഈശ്വര, എടിയേ ഒന്ന് പിടിച്ചേ. എന്തിനായി കാശ് വെറുതെ കളയുന്നേ? ഇവിടെ ആവശ്യം പോലെ ഇരിപ്പുണ്ടല്ലോ പഴം. കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത. റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേസും കൂട്ടത്തിനൊന്നും പോണ്ടാന്ന് കരുതി ഈ കൊലയമേൽ അതാണ്ട് ഒതുക്കി തീർത്തു. താനെപ്പോ വന്നു? കുറച്ചേരായി. വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? അയ്യോ, അളിയൻ എന്തായി പറയുന്നത്? വരണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഈ ടൈമൊക്കെ കൂടി ഒത്തു കിട്ടാനുള്ള. അല്ല, കേറുന്നില്ലേ? ഇല്ല, ഞാൻ ഡ്യൂട്ടിയില്ല. വൈകുന്നേരം വരാം. ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ? അയ്യോ, അല്ല, നിനക്ക് ടൈം ഉണ്ടാവോന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ അളിയന് പഴയതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. മാറ്റുണ്ടെങ്കിൽ ഞാൻ ഇന്ന് SI ആവില്ലേ? ഒന്ന് പോരാ അവിടുന്ന്. ചെറുമ്പ്രാൻ തൊഴുതു വന്നോളൂ, ഞങ്ങള് പുറത്ത് വെക്കാം. സന്തോഷം. രാമേന്ദ്ര, കുഞ്ഞിക്കുട്ടാ, എത്ര കാലായിടാ നിന്നെ കണ്ടിട്ട്. എന്താ? എന്തിനാ കുഞ്ഞിക്കുട്ട നീ അവരെ പേടിക്കുന്നത്? ആരാ അവര്? അതൊന്നും പറയാതിരിക്കാ നല്ലത്. എന്റെ കഷ്ടകാലം മനുഷ്യരൂപെടുത്ത് വന്നിരിക്കുക. അതൊക്കെ പോട്ടെ, നീ നാട്ടിൽ വന്നാൽ ആദ്യം എന്നെ കാണാൻ വരുമെന്നാ കരുതിയത്. ഞാനൊരു നാട്ടും പുറത്തുകാരൻ, എന്നെ എന്ത് കാണാൻ? അതും പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കുഞ്ഞിക്കുട്ട. വന്നിറങ്ങിയത് പോലും നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. തോണിക്കാരൻ അസൈനാര്, ചായക്കടക്കാരൻ വാസു, എന്തിനാ ഞൊണ്ടി കുഞ്ഞാപ്പനോട് പോലും. വേണേ വിളിച്ചു ചോദിച്ചു നോക്ക്. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല എന്നർത്ഥം. ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്ര. ഇനി പറ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. മെഡ്രാസ്, ഡൽഹി, ബോംബെ, കൽക്കട്ട എന്ന് വേണ്ട ഇനി ഹിന്ദിയിൽ ഞാൻ സഞ്ചരിക്കാത്ത പട്ടണങ്ങളില്ല, കാണാത്ത കാഴ്ചകളില്ല. നീ ഭാഗ്യവാനാ രാമേന്ദ്ര. അതിനൊക്കെ ഒരു യോഗം വേണം. കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന. അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോന്നു. നിന്നെ അവരെ പിരിച്ചുവിട്ടാണോ അല്ലേ? എങ്ങനെ എന്നെ പിരിച്ചുവിടാനോ? അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ. ഡോണ്ട് ആസ്ക് ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ. എന്താ? സോറി, നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ. പിരിച്ചുവിട്ടതല്ല, ഞാൻ സ്വയം രാജിവെച്ചു പോകുന്നതല്ലേ. അതെന്തിന്? അത് പറഞ്ഞ ഭയങ്കര രസമാ. 2 വലിയ കമ്പനികളാണ് എന്നെ പിടിച്ച് വലിക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, ഞങ്ങളുടെ കമ്പനി ചേരൂ. എത്രായിരം വേണേ ശമ്പളമായിട്ട് തരാന്ന് ബോംബെയിൽ ഒരു കൂട്ടർ. ചണ്ഡീഗറിലുള്ളവർക്കാണെങ്കിൽ ഞാൻ സമ്മതം മൂളിയാൽ മാത്രം മതി. കാറും ബംഗ്ലാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടി കിടക്കുക. ആ കമ്പനി വേണോ, ഈ കമ്പനി വേണോ? ഭയങ്കര ടെൻഷൻ. കുഞ്ഞുകുട്ട, ഞാൻ അങ്ങോട്ട് പോകുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാണ് രാമേന്ദ്ര, ഏത് കൂട്ടരാ നല്ലതെന്ന് വെച്ചാൽ നീ അവരുടെ കൂടെ പോകണം. ഇപ്പൊ അതിനും രക്ഷയില്ലോ. ലക്നോ എന്നത് വേറെ പാർട്ടി വിളിയോടെ കഴിഞ്ഞു. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. നീ എന്താ നിന്ന് കളഞ്ഞ്? വാ, കുറെ കാര്യങ്ങളോട് പറയാനുണ്ട്. നമസ്കാരം. ഞാൻ മാരാത്തയാ. രാമേന്ദ്രന്റെ പേര്. പട്ടണത്തിൽ വലിയ ഉദ്യോഗമാണ് കമ്പനിയിൽ. എന്ന് വന്നു താൻ? ഇന്നലെ എത്തിയതേ ഉള്ളൂ. എന്നാ ചെല്ല്, വടക്കോർത്ത് പോയി വല്ലോ മേടിച്ച് കഴിച്ചിട്ട് പോയാ മതി. അല്ല കുഞ്ഞൂട്ടാ, എവിടെ അവര് രണ്ടുപേരും? കണ്ടില്ല, അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളിങ്ങ് പോന്നതാ. ഇനി വരട്ടെ. ഇങ്ങനെ ആലോചിച്ചാൽ യുവമാരെ കൊണ്ട് എന്താ ഒരു ഉപകാരം? വരാം. ഇവിടെ പഴയ രീതികളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയല്ലേ? എന്ന് വെച്ചാ കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത്ര ആഹാരം കഴിച്ചാ പിന്നെ മനുഷ്യനെ എന്തിനു കൊള്ളാം? നിനക്കത് പറയാം. ഉണ്ണലും ഉറങ്ങലും അല്ലാതെ
വേറെന്ത് നേരം പോക്കാ രാമേന്ദ്ര ഇവിടെ ഉള്ളത്? പട്ടണത്തിലാവുമ്പോ സിനിമയുണ്ടാവും, നൃത്തം ഉണ്ടാവും, വേറെ എന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ? അതെ അതെ, വിനോദങ്ങളുടെ ഒരു പറുദീസയാണല്ലോ പട്ടണം. രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കേറിയിട്ടുണ്ടോ? കൊള്ളാം, കേറിയിട്ടുണ്ടോന്നോ? ജയ്പൂർ ഡൽഹി, ഡൽഹി ജയ്പൂർ, രാവിലെയും വൈകുന്നേരവും. കമ്പനി ചെലവിൽ വിലസ് അല്ലായിരുന്നോ? മടുത്തു. പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ചയിൽ കയറി നിന്ന് ദൂരെയുള്ള ആകാശത്തൂടെ കടവാതിലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു. നിനക്കത് കയറി പറക്കാനൊത്തു. വെറുതെ അല്ല രാമേന്ദ്ര ഞാൻ പറഞ്ഞത്, നീ ഭാഗ്യവാനാണെന്ന്. തമ്പുരാനെ 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 പോയി, തമ്പുരാനെ പോയി. നമ്മളെല്ലാരും വിട്ട് ഓടിപ്പോയി. എവിടേക്ക് പോയി? എങ്ങനെയാ ഞങ്ങളിപ്പോ അത് പറയാ? അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ചാ ഇടഞ്ഞത്. ഓർക്കാപ്പുറത്തുള്ളൊരു ആക്രമണമായിരുന്നു. 4 ആളുടെ ബലല്ലേ കാണിച്ചേ? എന്റെ നെഞ്ചത്തി ചവിട്ടിട്ടാ ഓടിയേ, ആന ചവിട്ടും പോലെ. അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയരാമനാരെ പറയണേ? എത്ര ആയാലും നമ്മള് ചെറിയ തമ്പുരാനല്ലേ, എന്റെ നാവിക്കല്ലേ കുത്തിയത്. എന്നാലും എന്തൊരോട്ടാ ചെറുമ്പരാൻ ഓടിയേ. ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ. ഓടി ഓടി എരഞ്ഞോളി പാലം വരെ എത്തി, പിന്നെ അങ്ങോട്ട് മറിഞ്ഞു. ഉടനെ എന്തെങ്കിലും ചെയ്യണം തമ്പുരാനെ. ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിട്ട് ഇനി തിരിച്ചു വരുന്ന കോളില്ല, അല്ലേ ചെറിയ രാമൻ നായരെ? അതെ, വലിയ രാമൻ നായര്. അല്ലെ എങ്ങോട്ടാ ഓടിയത്? അതെന്നല്ലേ ഞാനും ചോദിക്കുന്നത്. എങ്ങോട്ട് പോയ? ഇതാ നിക്കണേ. തിരിച്ചെടുത്ത് എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്തു പറയാനാ? പണവും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോയിട്ട് ഒരു കാര്യമില്ലെന്നേ. ഇപ്പം ബിസിനസ്സിൽ ഇറക്കുന്ന പണം എന്ന് വെച്ചാ നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുന്ന കാര്യമല്ലത്. ഞാൻ ഏതായാലും ഇവിടെ വന്ന് സ്ഥിരതാമസവും ആക്കാൻ പോകുന്നില്ല. എല്ലാം കൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം നിനക്കുണ്ടല്ലോ. പിന്നെ വസ്തു വിൽക്കുന്ന കാര്യം അനന്തേട്ടനോട് ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ അനന്തേട്ടനോടൊന്ന് സംസാരിച്ചു നോക്ക്. അളിയൻ സമ്മതിക്കില്ലേ? നീ സമാധാനത്തോടെല്ലാം ഒന്ന് സംസാരിച്ചു നോക്ക്. നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പരെതിരൊന്നും നിൽക്കില്ല. കുടുംബസ്നേഹം ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. നീ കഴിക്കില്ലേ? കഴിക്കുന്നില്ലേന്ന് വെച്ചാ അളിയന്റെ മുമ്പിൽ ആ ഗ്ലാസ് തന്നെ. എന്നാലേ നീ കഴിക്കണ്ട, ചെറുതായിട്ട് കഴിച്ചാലേ കൂമ്പ് പാടും. മതി മതി മതി. അളിയന്റെ കാലിന്റെ വേദന എനിക്ക് കുറവുണ്ടല്ലോ അല്ലേ? എന്റെ കാലിന് വേദന ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കൈക്കായിരുന്നല്ലേ വേദന? കൈക്ക് എങ്ങനെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഗിരിചേട്ടത്തി ഒരിക്കലും എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അവൾ അങ്ങനെ എഴുതിയോ? കള്ള എഴുതല അവളുടെ പണി. ഇക്കണക്കിന് ഞാൻ ചത്തുന്നും പറഞ്ഞ് നിനക്ക് എഴുതുമല്ലോ ആ പിശാച്. ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ കൈക്കും കാലിനും അല്ല ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെയുള്ളൊരു വേദന. ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. അത് എനിക്ക് ഇപ്പൊ നടത്തുന്ന ബിസിനസ് ഒന്ന് ഉറച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ. ഒരു 2 കൊല്ലം. ഇപ്പൊ ഇറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാന്ന് എനിക്ക് നല്ല ഉറപ്പാ. അളിയൻ ഇതും കൂടി കഴിച്ചട്ടെ. ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ചോദിക്കാൻ അളിയൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ അപ്പൊ ഇനി ബുദ്ധിമുട്ടിപ്പിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? അയ്യോ അതല്ല അളിയ, ഞാൻ ചന്ദ്ര, പുല്ലാനിപ്പാടത്തിന്റെ കരയില് 2 ഏക്കർ വസ്തു കിടപ്പുണ്ട്. അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയിൽ ബിസിനസ് ഉറപ്പിക്കണം അല്ലേ? അത് തന്നെ ഞാനിപ്പോ പറയാൻ വന്നത്. എനിക്കറിയാം, 20 കൊല്ലായില്ലേ തൊപ്പി തലയിലേറ്റിട്ട്. നീ ആ ബാക്കി കൂടി ഒഴിച്ചേ. നീയായി, നിന്റെ കാര്യായി. നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നിടത്തോളൊക്കെ വിറ്റ് തുലച്ചിട്ടാ അങ്ങ് പോയത്. അയ്യോ അല്ല, ഞാൻ നീ അങ്ങനെ ചെയ്യുമെന്നല്ല. ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കണില്ല. നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ. തൽക്കാലം ഞാൻ അത് വെക്കണില്ല. അത് തന്നെ. അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റാക്കാൻ നോക്ക. അയ്യേ, നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം. അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ? അത് പോയി. ഇനിയുണ്ട് നിന്റെ ഇങ്ങനത്തെ ചോന്ന കുപ്പി. വാ, കഞ്ഞി കുടിക്കാം. കഞ്ഞി നിനക്ക് ഇഷ്ട?